ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തഴുതാമ അല്ലെങ്കിൽ പുനർനവയുടെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. തഴുതാമ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ വേരും തണ്ടും എല്ലാം പലവിധ ഔഷധ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പല ആയുർവേദ മരുന്നുകളിലും ചേരുവയായിട്ട് ചേർക്കുന്നതാണ്. ഇതിൽ പുനർനാവാതി കഷായം, പുനർനാവ മണ്ടൂരം, അതുപോലെ തന്നെ പുനർനവ ആസവം, ഇതിലെല്ലാം പ്രധാന ചേരുവയായിട്ട് ചേർക്കുന്ന ഒരു ഔഷധം കൂടിയാണ് പുനർനവ അല്ലെങ്കിൽ തഴുതാമ. തഴുതാമ ഇതുപോലെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം തോരൻ വെച്ച് കഴിക്കുന്നത് നമ്മുടെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ പരിഹാരം തരുന്നതായിരിക്കും. അതിൽ നമ്മുടെ തഴുതാമയുടെ ജ്യൂസും ഇതുപോലെ കഴിക്കാവുന്നതാണ്. തഴുതാമയുടെ ജ്യൂസ് 1-2 ടീസ്പൂൺ ഇല ഇടിച്ച് പിഴിഞ്ഞത് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് 1-2 നേരം കഴിക്കുന്നത് ഇതുപോലെയുള്ള മൂത്രാശയ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്. ഇത് തഴുതാമയുടെ കറക്റ്റ് ആയിട്ടുള്ള ഡോസേജ് അല്ലെങ്കിൽ കറക്റ്റ് അളവിനത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്ത് പല പ്രയോജനങ്ങളും തരുന്നതാണ്. എന്നാൽ അതിൻ്റെ അമിതമായ ഉപയോഗം വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഡോസിൽ തന്നെ ഇത് കഴിക്കേണ്ടതായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഒരു ആഴ്ചയിൽ 1-2 പ്രാവശ്യമേ ഇത് നമ്മൾ തോരനായിട്ടായാലും പോലും കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് ചാറ് കഴിക്കുന്നത് 1-2 ടീസ്പൂണേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ വേരും ഉപയോഗപ്രദമാണ്. നമുക്ക് വേരിൻ്റെ പൗഡറാണ് കിട്ടുന്നതെങ്കിൽ അത് 1-3 ഗ്രാമേ ഒരു ദിവസം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതുപോലെ നമ്മൾ കറക്റ്റ് ഡോസിന് ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പലവിധ പ്രയോജനങ്ങൾ തരുന്ന ഒരു ഔഷധം തന്നെയാണ് പുനർനവ അല്ലെങ്കിൽ തഴുതാമയുടെ നമ്മൾ അതുപോലെ തന്നെ BP ഉള്ളവരും ഹാർട്ട് പേഷ്യൻസും കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവരും ഇതൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷന് കൂടി മാത്രമേ ഇതിൻ്റെ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകളും പാൽ കൊടുക്കുന്ന അമ്മമാരും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ ഉപയോഗം ഒരു ആയുർവേദ ഫിസിഷ്യൻ്റെ അഡ്വൈസോട് കൂടി മാത്രം ചെയ്യേണ്ട ഒരു ഉപയോഗമാണ് ഇത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് തഴുതാമ പുറമേ പുരട്ടുന്നത് നല്ലതാണ്. വാതസംബന്ധമായ നീരിനെല്ലാം പുറമേ പുരട്ടുന്നത്, ലേപനമായിട്ട് പുരട്ടുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ഇത് നീര് കുറയ്ക്കാനും അവിടുത്തെ വേദന കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് തഴുതാമയുടെ പുറമേ ഉള്ള ഉപയോഗം. ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. പുറമേ ഉള്ള ഉപയോഗം, ഇതിൻ്റെ ഇല തന്നെ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തതിന് ശേഷം നമ്മൾ നെയ്യിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് ചെറുതായിട്ട് ചൂടാക്കി അല്പം ഉപ്പും കൂടെ ചേർത്ത് ചൂടാക്കി ഇതൊരു ലേപനം കണക്ക് വാതസംബന്ധമായ വേദനയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ഓസ്റ്റിയോആർത്രൈറ്റിസ് പോലെ മുട്ടിലൊക്കെ വേദനയുള്ള ഭാഗങ്ങളിലും നീരുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് ലേപനമായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അത് ഒരു ഇല, അതായത് ആവണക്കിലയോ അല്ലെങ്കിൽ എരിക്കിലയോ വെച്ച് മൂടിയ ശേഷം അത് കെട്ടിവെക്കുന്നത് ഇതുപോലെ നീര് മാറാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ തഴുതാമ നമ്മുടെ സുലഭമായി ലഭ്യമാണെങ്കിലും ഇതിൻ്റെ ശരിയായ ഉപയോഗം നമുക്ക് പലപ്പോഴും അറിയാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ ഉപയോഗം പലതരം ബെനിഫിറ്റ്സ് തരുന്നത്, അമിത ഉപയോഗം ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൾക്കാരിൽ പലതരം ദോഷങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡോസിൽ ഇത് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുപോലെ തന്നെ തഴുതാമയുടെ ഉപയോഗം നമ്മുടെ ഡൈജഷനായിട്ട് സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക്, അതായത് ഉള്ളിൽ കഴിക്കുന്നത് നമുക്ക് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ വയറ് ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക്, മലബന്ധമുള്ളവർക്ക് ഇത് ഹൈ ഫൈബർ കണ്ടൻറ്റുള്ള ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മലശോധനയ്ക്കൊക്കെ നല്ല ഫലം തരുന്ന ഒരു ഔഷധം കൂടിയാണ് തഴുതാമ. അതുപോലെ തന്നെ നമ്മുടെ യൂറിക് ആസിഡ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് തഴുതാമ. ഇത് പക്ഷേ കറക്റ്റ് ഡോസിന് നമ്മൾ കഴിക്കണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഉപയോഗങ്ങളെന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഡയബറ്റീസുകാർക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് തഴുതാമ. ഇതിൻ്റെ ഹൈ ഫൈബർ കണ്ടൻറ്റും അതുപോലെ തന്നെ ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് തഴുതാമയുടെ ഉപയോഗം. അതുപോലെ തന്നെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്കും തഴുതാമയുടെ വേര് അരച്ച് പുരട്ടുന്നത് കണ്ണിലുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളായിട്ടുള്ള നീർക്കെട്ട് ഇതെല്ലാം മാറാനായിട്ട് സഹായിക്കുന്നതാണ് തഴുതാമയുടെ ഉപയോഗം. ഇതുപോലെ തന്നെ ഒരുപാട് പ്രയോജനങ്ങളുള്ള ഒരു സസ്യമാണ് തഴുതാമ.
അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപയോഗം കറക്റ്റ് അളവിൽ മെഡിസിനായിട്ട് കഴിക്കുന്നതായിരിക്കും ഉചിതം. അല്ലാതെ അതിൻ്റെ അളവിൽ തന്നെ കഴിക്കേണ്ടത് വളരെ ഫലപ്രദമായ പ്രയോജനങ്ങൾ തരുന്നതായിരിക്കും. താങ്ക് യു.